മലയാളം മാതൃഭൂമിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്നേഹതീരം 97 ആണ് മാതൃഭൂമിയുമായി ചേർന്നുള്ള മാതൃഭൂമി ദിനപത്രം ഈ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്തു. അപ്പോൾ അത് ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. അപ്പോൾ അത് പത്രം സ്പോൺസർ ചെയ്ത അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും, അതായത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെയും നമ്മൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവരുടെ ഈ നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നു. ഇതേപോലെ തന്നെ തുടർന്നും അവർ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ SLC പരീക്ഷയ്ക്ക് തന്നെ അവർ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും മധുരം നൽകി. അപ്പം അതും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർന്നു വരികയാണ്. അവരുടെ ഈ നല്ല പ്രവൃത്തികൾ നിങ്ങൾ മാതൃകയാക്കണം ഭാവിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇപ്പം സത്യ സാറ് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നടത്തിയായിരുന്നു. പ്രാവശ്യം നമ്മുടെ പഠനോപകരണ വിതരണം നടത്തി. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ സഹായിക്കാവുന്ന രീതിയിലും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിലേക്ക് കുറേ പത്രങ്ങൾ, അപ്പോൾ ആ പത്രങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പത്രം വരുത്തിയാൽ മാത്രം പോരാ, എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ആ പത്രങ്ങൾ ദിവസവും കൊണ്ടുവരുന്നത് ക്ലാസ്സുകളിൽ എടുത്തുകൊണ്ട് പോയാലും അല്ലെങ്കിൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചായാലും എങ്ങനെയായാലും ആ പത്രങ്ങൾ സ്ഥിരമായി വായിക്കുക എന്നുള്ള ശീലത്തിലേക്ക് നിങ്ങളെത്തണം. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു ചടങ്ങായിട്ട് 97 കഴിഞ്ഞ വർഷവും ഇതുപോലെ നമുക്ക് ഇവിടെ പത്രം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും തുടർന്നു പോവുകയാണ്. RVHSലും നമ്മൾ അല്ലാതെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വട്ടം പരീക്ഷാ സമയത്ത് SLC പരീക്ഷാ സമയത്ത് നമ്മൾ റിഫ്രഷ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സ്കൂളിൽ ഒരുപാട് അല്ലാത്ത ഇവിടെ ആദ്യം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കസേരയുടെ ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പോഴത് നമ്മളാണ് അന്നത് സ്പോൺസർ ചെയ്തത്. അങ്ങനെ എന്താവശ്യം സ്കൂളിനുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്ത് കുറച്ച് ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഈ സ്നേഹതീരം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാതൃഭൂമി പത്രത്തിൻ്റെ മധുരം മലയാളം എന്ന് പറയുന്ന ഈ സ്കൂളിൽ ഒരു 5 പത്രം, അത് നമ്മൾ LP UP HS VHSC അങ്ങനെ ഒരു രീതിയിലാണ് അത് 5 പത്രത്തിൻ്റെ ആ ഒരു പദ്ധതി നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ വർഷം നമ്മളായിരുന്നു സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ മാതൃഭൂമിയുടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, യഥാർത്ഥത്തിൽ മാർച്ച് വരെ ആയിരുന്നു ആ പദ്ധതി. അവരിപ്പോഴും അത് തുടർന്നിട്ടുകൊണ്ടിരിക്കുക. അവരത് കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷം തോന്നിയതുകൊണ്ട് വീണ്ടും അത് നമ്മൾ ഈ വർഷത്തെ അതങ്ങ് തുടർന്ന് പോകാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ആ മാതൃഭൂമി അത് കട്ട് ചെയ്യാതെ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തുകൊണ്ട്, കാശ് മാത്രം നോക്കിയല്ല, പൈസ മാത്രം നോക്കിയല്ല, അവരത് മാറ്റി തീരേണ്ടത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴതും നമ്മളൊരു മാതൃഭൂമിക്ക് ഒരു പ്രത്യേക നന്ദിയും കൂടെ പറയുന്നു. നമ്മുടെ പ്രോഗ്രാം ഇപ്പം പത്രം തന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ബാക്കി പ്രിൻസിപ്പല്, മറ്റധ്യാപകർ, നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്നേഹതീരത്തിൻ്റെ പ്രവർത്തകർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതൃഭൂമി നമ്മുടെ സ്നേഹതീരത്തിൻ്റെ ഒരു കൂട്ടം ചെറുപ്പക്കാരുമായി ചേർന്നാണ് ഈ പദ്ധതി നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്ന നമ്മുടെ പദ്ധതിയുടെ പേര് മധുരം മലയാളം എന്നാണ്. അപ്പോൾ പത്രം ഉള്ള വീടുകളും ഇല്ലാത്ത വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ ഇതിൽ കാണും. അപ്പം നമ്മൾ വായിക്കുക, പത്രം വായിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത വീടുകളിൽ പത്രം ഇല്ലാത്ത കുട്ടികൾക്കും ഉള്ള കുട്ടികൾക്കും ചിലപ്പോൾ സമയം കിട്ടിയൊന്നും വരത്തില്ല, അവർക്ക് സ്കൂളുകളിലെത്തി പത്രം നിങ്ങൾ നല്ലതുപോലെ വായിക്കുകയും അതിൻ്റെ എല്ലാ പേജുകളും നല്ലതുപോലെ വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെ മാതൃഭൂമി അതിനകത്ത് ചില ദിവസങ്ങളിൽ, ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ പത്രത്തിൻ്റെ 1/2 പേജ് വിദ്യ എന്ന പേരിൽ ഇന്നത്തെ ദിവസം അതുണ്ട്. കാരണം ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും ഒക്കെ ആഴ്ചയിൽ 3 ദിവസം പത്രത്തിൽ അതുണ്ട്. അപ്പോൾ അതാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത്. അപ്പം നിങ്ങളത് വായിക്കുകയും പത്രം വായിച്ചിട്ട് ശേഷം ക്ലാസ്സിൽ സൂക്ഷിച്ചു വെക്കുക, നശിപ്പിച്ച് കളയാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ 97 എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. അവർ ഈ നല്ലൊരു ഉദ്യമത്തിലേക്ക് വന്നതിൽ അതിലെ മാതൃഭൂമിയുടെ പേരിലും നമ്മുടെ പേരിലും ഒക്കെയുള്ള അഭിനന്ദനം ഞാൻ ആദ്യമേ അർപ്പിക്കുന്നു. പിന്നെ നിങ്ങളെ സംബന്ധിച്ചോളം വായന വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിക്കണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ നമുക്ക് അറിവ് വേണം. ആ അറിവുകളെ നമ്മൾ
നല്ലതുപോലെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ പത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു വിദ്യയും കൂടെ തിരിച്ചു നമ്മളെ